ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് കുറച്ച് നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മൾ കയ്പ്പയ്ക്ക തീയലാണ്, പിന്നെ ഇത് ചൂരക്കറി, ചൂത എന്നൊക്കെ പറയും കേട്ടോ. അതിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ചേമ്പും തണ്ടും ചെറുപയറും നമ്മൾ വീടുകളിലൊക്കെ നിത്യം ഒഴിവാക്കി കളയുന്ന ഒരു സാധനമാണ് ഇത്, ആരും ഉപയോഗിക്കാതെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം മീൻ കറി ഉണ്ടാക്കണം. അതിലേക്ക് നമ്മൾ നല്ല വെണ്ണ തിളച്ച ശേഷം നമ്മൾ ഉലുവ ഇടുന്നുണ്ട്. അതിലേക്ക് കരുവേപ്പില, ഉലുവ ഇതേ ഒരു കളറാകുന്ന സമയത്ത് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഞാൻ ചേമ്പിൻ തണ്ടിൻ്റെ കാര്യം പറഞ്ഞത് മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ചെയ്യണം. വളരെ ഈസിയാണ്. അത് ചൊറിയ അങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. ചില ആളുകൾ അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാൻ നോക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വാടുന്നൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഒക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കൈ വെച്ച് ഉടച്ചെടുക്കുക കേട്ടോ. കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണേ. അങ്ങനെ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറിക്ക് നല്ല ഒരു ഗ്രേവിയൊക്കെ നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി അങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 1 കിലോ 1.5 കിലോ മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതുപോലെ 5 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മണം പോകുന്നവരെ. അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഈ ടൈമിൽ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പുളിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ പുളിൻ്റെ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ആ മസാല ഒന്ന് തിളയ്ക്കുന്ന വരെ നമ്മളിതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിന് നമ്മൾ മീൻ ഓരോരോ കഷ്ണങ്ങളായിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മസാലയിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിതൊരു 20-25 ആൾ നമ്മളിത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നല്ല ചെറിയ ഉള്ളി നമ്മളിതിലേക്ക് ഇട്ട് അത് നല്ല ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിലയും അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ കളറിന് വേണ്ടി ഇട്ട് ഇതുപോലെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മീൻ കറി. അപ്പോൾ നമ്മളിനി അടുത്തത് വെണ്ടയ്ക്ക എന്ന് പറയുന്നത് കയ്പ്പയ്ക്ക തീയലിനുള്ളതാണ് കേട്ടോ റെഡിയാക്കുന്നതിൽ. നമ്മൾ കുറച്ച് ഉലുവ ഇടുക. അതിന് ശേഷം നമ്മൾ തേങ്ങയിട്ട് നന്നായിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നന്നായിട്ട് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ വറുത്തെടുക്കണം. നമ്മുടെ ഇതിപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട്, അതുപോലെ ചെറിയ ഉള്ളി ഇടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വറവാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. അപ്പോഴാണ് ഈ കറിൻ്റെ കളർ വരിക. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ നല്ല വട്ടത്തിലരിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഉപ്പൊക്കെ തേച്ച് വെച്ച കയ്പ്പയ്ക്കയായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. കരിയരുത്. ഈ സമയങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു പറയാൻ മറന്നു കേട്ടോ. ഉപ്പൊക്കെ ഇടണം, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടണം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളിയും വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേകാൻ വേണ്ടി വെക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തേങ്ങ. വെള്ളം ചേർക്കാതെ അരച്ചതാണ് കേട്ടോ. വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ കറിൻ്റെ കളറ് നോക്കി എന്താ അടിപൊളിയല്ലേ കളർ. അതേപോലെ തന്നെ ടേസ്റ്റും ഒന്നും പറയാനില്ല, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വറുത്തിടുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചേമ്പിൻ്റെ താള് നമ്മൾ കടുക് വറുത്തതിലേക്ക് ഇടുക. ചേമ്പിൻ്റെ താള് നന്നായിട്ട് ഇളക്കി കൊടുക്കിട്ടിട്ട് മൂടി വെക്കണം കേട്ടോ. അതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കരിവേപ്പില, ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിൽ നമ്മുടെ ചെറുപയർ വെന്തിരിക്കുന്നുണ്ട് കേട്ടോ. ചെറുപയറും ചേമ്പും തണ്ടുമാണ് വയ്ക്കുന്നത്. എല്ലാവരും ഇത് വീടുകളിൽ ഒഴിവാക്കുന്ന സാധനമാണ്. പക്ഷെ നിങ്ങളാരും ഒഴിവാക്കരുത്. ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതുപോലെ ഇതിൽ കുറച്ച് ചെറുപയർ ഇട്ടു. ഈ സമയത്ത് നമ്മൾ എന്താ വേണ്ടത്, ഇതിൽ മെയിനായിട്ട് വേണ്ട സാധനം എന്ന് വെച്ചാൽ കാന്താരി മുളകാണ് കേട്ടോ. കാന്താരി മുളക് മസ്റ്റാണ്. അപ്പോൾ കാന്താരിയും കുറച്ച് തേങ്ങയും കൂടി നമ്മളിതിൽ ഒതുക്കിയിട്ട്
ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ഇങ്ങനൊരു ഇതുണ്ട്. ഇത് നന്നായിട്ട് മൂടി വെച്ച് വേകണം കേട്ടോ. വേകുന്ന സമയത്ത് നമ്മളിവിടെ കാന്താരി തേങ്ങയും കൂടി ഒതുക്കിയത് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി നമ്മൾ കുറച്ച് നേരമൊക്കെ മൂടിയൊക്കെ വെച്ച് എന്നിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഫുഡ് പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.